അടുത്ത റിപ്പോർട്ടിലേക്ക്. പുണ്യനദിയായ പമ്പയിൽ ശബരിമല തീർത്ഥാടകർ സ്നാനം ചെയ്യുന്നത് മലിനജലത്തിലാണ്. ഓടകളിലൂടെ ത്രിവേണിയിലേക്ക് മലിനജലമാണ് ഒഴുകിയെത്തുന്നത്. പമ്പയിലേക്ക് മാലിന്യം ഒഴുക്കിവിടുന്നതിന്റെ ദൃശ്യങ്ങൾ 24-ന് ലഭിച്ചു. 24 വാർത്തയ്ക്ക് പിന്നാലെ ഇടപെട്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത്. ചെയ്ത പാപങ്ങളെല്ലാം പമ്പയിൽ മുങ്ങി കഴുകിക്കളയാമെന്നാണ് അയ്യപ്പ ഭക്തരുടെ വിശ്വാസം. പക്ഷേ ഈ പമ്പയിൽ മുങ്ങിയാൽ എന്താണ് അവസ്ഥ എന്ന് നമ്മുടെ ക്യാമറാമാൻ സഞ്ജയ് ഇക്ബാൽ ദൃശ്യങ്ങളിലൂടെ കാണിച്ചു തരികയാണ്. മലിനജലമാണ് പമ്പയിലേക്ക്, പുണ്യനദിയിലേക്ക് ഈ ഒഴുക്കി വിടുന്നത്. എല്ലാ വർഷവും ശബരിമല മണ്ഡലകാലത്തിനു മുൻപ് പമ്പ ശുദ്ധീകരിക്കുന്നതിനായി വലിയ ഇടപെടൽ ദേവസ്വം ബോർഡ് നടത്താറുണ്ട്. അതിനെയൊന്നും വില കുറച്ച് കാണുന്നുമില്ല. പക്ഷേ സീസൺ തുടങ്ങി ദിവസങ്ങൾ പിന്നിടുമ്പോഴേക്കും കാര്യങ്ങൾ ആകെ മാറി മറിയും. ഈ ദൃശ്യങ്ങൾ അധികാരികൾ കണ്ണു തുറന്ന് ഒന്ന് കാണണം. ഓടകളിലൂടെ പമ്പയിലേക്ക് ഒഴുകിയെത്തുന്നത് മാലിന്യമാണ്. ഭക്ഷണാവശിഷ്ടങ്ങളും മറ്റുമാണ് ഖര ദ്രാവക രൂപത്തിൽ പമ്പയിലേക്ക് എത്തുന്നത്. രൂക്ഷമായ ദുർഗന്ധം സഹിച്ചാണ് അയ്യപ്പ ഭക്തർ പലരും കുളിക്കുന്നത്. ചെറിയ കുട്ടികളും ഇത്രയും ആൾക്കാരായിട്ട് വന്ന് കുളിച്ചു പോകണ ഒരു പുണ്യ നദിയാണ്. അവിടെ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ അത്രയും വൃത്തികെട്ടായ കാര്യങ്ങളാണ് കാണിച്ചത്. ഇത്രയും തീർത്ഥാടകർ വരുന്ന ഒരു സ്ഥലം ഇത്രയും കൊല്ലണ്ടായിട്ട് ഇവർക്ക് ഇതൊന്ന് നന്നാക്കി എടുക്കാൻ ഇവരെ പറ്റിയിട്ടില്ല. ഇവർക്ക് ഈ ഭക്തജനങ്ങളുടെ പൈസ മാത്രമാണ് ആവശ്യം. ഇതിനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഇവിടെ ചെയ്യുന്നില്ല. ഉന്നത ഉദ്യോഗസ്ഥരും മറ്റും ദിവസവും സന്ദർശനം നടത്താറുള്ള പ്രദേശത്താണ് ഈ അവസ്ഥ. ഇറങ്ങി കുളിച്ചു കഴിഞ്ഞതിന് ശേഷം എന്ത് ഇതാണ് നമുക്ക് കിട്ടണമെന്നുള്ളത് അറിയില്ല. പമ്പയെ മലിനപ്പെടുത്തുന്നത് ആര് എന്ന അധികാരികൾ സ്വയം തിരിച്ചറിയട്ടെ. അടിയന്തര ഇടപെടൽ ഉണ്ടാകട്ടെ. സഞ്ജയ് ഇക്ബാലിനും അഭിലാഷ് കൈതമണിനുമൊപ്പം ശ്രീകുമാരൻ, 24 പത്തനംതിട്ട.